ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കോടതിക്ക് പുറത്ത് വെച്ച് അർച്ചനയും വിജയ് ശങ്കറും തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവികുമാർ വക്കീൽ വരുന്നത്. രവികുമാർ എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, സാർ കോടതിയിൽ അച്ചു സാറിൻ്റെ കേസ് വിളിക്കാൻ സമയമായി, സാർ വരൂ എന്ന് പറയാണ്. അങ്ങനെ വിജയ് ശങ്കർ അർച്ചനയോട് ഏറ്റുമുട്ടിക്കൊണ്ട് അവിടെ നിന്നും കോടതിയിലേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ അർച്ചനയും പോകുന്നുണ്ട്. എല്ലാവരും തന്നെ അങ്ങനെ കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. വിജയ് ശങ്കറിനോട് ജഡ്ജി അപ്പോൾ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ വിജയ് ശങ്കർ, പരാതിക്കാരി കോടതിയിൽ ഹാജരായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹാജരായിട്ടുണ്ടെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് കോടതിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ കേസിലെ പരാതിക്കാരിയായ ശില്പ ആരുടെയോ കസ്റ്റഡിയിലാണ്. ശില്പയെ ആരോ കടത്തിക്കൊണ്ടുപോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, ആര് കടത്തിക്കൊണ്ടുപോയെന്നാണ് സംശയിക്കുന്നത്? അപ്പൊ പിന്നെ ഇത്രയും ദിവസം പ്രതി ശില്പ പ്രതിഭാഗം വക്കീലിന്റെ കസ്റ്റഡിയിലാണോ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ്. ജയപ്പ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തർക്കിക്കാൻ പിന്നീട് സമയം തരാം, ഇപ്പൊ കേസിലേക്ക് വരൂ എന്ന് പറയാണ്. പിന്നീട് വിജയ് ശങ്കർ വാദിക്കാൻ തുടങ്ങുകയാണ്. പരാതിക്കാരിയായ ശില്പ ഇപ്പോഴും സബ് ഇൻസ്പെക്ടർ അച്ചുകൃഷ്ണൻ തന്നെ പീഡിപ്പിച്ചു എന്ന ഉറച്ച പരാതിയിൽ നിൽക്കുകയാണ്. പോലീസ് ഉദ്യോഗം ദുരുപയോഗം ചെയ്ത വ്യക്തിയാണിത് എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, യുവർ ഓണർ, കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ആരോപണങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഈ വക്കീല്. കഴിഞ്ഞ കാലയളവിലുള്ള സർവീസ് കൊണ്ട് നല്ല പേര് നേടിയ ഒരു സബ് ഇൻസ്പെക്ടറാണ് അച്ചുകൃഷ്ണൻ. സത്യസന്ധനായ പോലീസ് ഓഫീസർക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. ഇത്തരത്തിൽ ഏതൊരു ശത്രു ഇയാളെ മനഃപൂർവ്വം കെണിയിൽ വീഴ്ത്തിയതാണ്. പരാതി വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണ്. ശില്പയെ കരുവാക്കി ആരോ പിന്നിൽ നിന്ന് കളിച്ചതാണ്. കുട്ടി ഈ കേസിൽ ഒരു ആയുധം മാത്രമാണെന്ന് അർച്ചന അങ്ങനെ പറയുന്ന സമയത്ത് വിജയ് ശങ്കർ പറയുന്നുണ്ട്, പരാതി നൽകിയതിന്റെ പേരിൽ കുട്ടിയെ അധിക്ഷേപിക്കുകയാണ് പ്രതിഭാഗം വക്കീൽ, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഹാജരാക്കണം എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ കേസിൽ ബലിയാടാകുന്ന SIയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ എല്ലാം മനസ്സിലാവും. അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അത് കൊള്ളാം, പ്രതിയോട് തന്നെ സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണോ? പിന്നെ ഈ നാട്ടിൽ എന്തിനാണ് ഒരു നിയമ സംവിധാനം? ഒന്നും എന്താണ് ബഹുമാനപ്പെട്ട കോടതി പ്രതികരിക്കാത്തതെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, ആദ്യം ഈ കേസിന്റെ കാര്യത്തിൽ നമുക്കൊരു തീർപ്പുണ്ടാക്കാം, എന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാമെന്ന് ജഡ്ജി അങ്ങനെ പറയാണ്. പരാതിക്കാരിയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്ന് ജഡ്ജി അങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുന്നതും അർച്ചനയും അച്ചുവും ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോഴേക്കും പരാതിക്കാരിയായ ശില്പ അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പരാതിക്കാരി വന്നിട്ടുണ്ട് സാർ, ബസ് കിട്ടാൻ താമസിച്ചുകൊണ്ടാണ് താൻ വൈകിയത്, ക്ഷമിക്കണമെന്ന് ശില്പ അങ്ങനെ കോടതിയോട് പറയാണ്. ജഡ്ജി അപ്പോൾ ശില്പയോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്ന പരാതിയുടെ സത്യാവസ്ഥ തെളിയിക്കാനാണ് ഇവിടെ കേസ് നടക്കുന്നത്, ഇതാണ് സത്യാവസ്ഥ, നിങ്ങൾ തന്നെ പറയൂ എന്ന് ജഡ്ജി അങ്ങനെ പറയുന്ന സമയത്ത് ശില്പ പറയുന്നുണ്ട്, മാപ്പാക്കണം, അർച്ചന മേഡം പറഞ്ഞത് ശരിയാണ്, സാർ ഈ കേസിൽ പ്രതിയല്ല, ഇതൊരു കള്ളക്കേസാണെന്ന് ശില്പ അങ്ങനെ പറയാണ്. അർച്ചന അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നു കൂടി അറിയിപ്പിക്കണം യുവർ ഓണർ എന്ന് പറയുമ്പോൾ ജഡ്ജി ശില്പയോട് ചോദിക്കുകയാണ്, ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്, ഇതിന് പിന്നിൽ ആരുടെ പ്രേരണയാണ് ഉണ്ടായതെന്ന് ജഡ്ജി അങ്ങനെ ചോദിക്കുമ്പോൾ ശില്പ പറയുന്നുണ്ട്, ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്തതാണ് സാറേ, അത് എനിക്ക് വേണ്ടി തന്നെയാണ്. കള്ളക്കേസ് കൊടുത്ത് SI സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനായിരുന്നു ശ്രമം, ആർക്കും ഇതിലൊരു പങ്കുമില്ലെന്ന് ശില്പ അങ്ങനെ തുറന്നടിച്ച് പറയുമ്പോൾ വിജയ് ശങ്കറിന് ഒരു ആശ്വാസമാവുകയാണ്. യുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിറങ്ങുന്നതും ശില്പ നേരെ വിജയ് ശങ്കറിനെ കാണാനാണ് പോകുന്നത്. അർച്ചനയ്ക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി എന്നറിഞ്ഞതിനു ശേഷം വിജയ് ശങ്കർ രക്ഷപ്പെടാനായി ശില്പയോട് പറയുന്നുണ്ട്, എനിക്കും ചന്ദ്രികയും രക്ഷപ്പെടാനായി ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ, കോടതിയിൽ വെച്ച് ശില്പ ഇതെല്ലാം തന്റെ മാത്രം ഐഡിയ ആയിരുന്നു എന്ന് പറയണം. ശില്പ ഒരു കുരുക്കിലും പെടില്ല, ഞാൻ ശില്പയെ രക്ഷിക്കാം, അവളുടെ മാനം രക്ഷിക്കുന്ന ശില്പയെ ഞാൻ ഒരിക്കലും പറഞ്ഞു പറ്റിക്കില്ലെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ശില്പ പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് കൂടുതൽ ക്യാഷ് കിട്ടണം, ഇപ്പൊ പറഞ്ഞുറപ്പിച്ചതിന്റെ 2 ഇരട്ടി കിട്ടണം, അഭിമാനത്തിന് അത്രയെങ്കിലും വിലയില്ല സാറേ, 1000 തന്ന് എന്നെ ഒഴിവാക്കാമെന്ന് സാറ് വിചാരിക്കണ്ട, അത് നടക്കില്ല, ഞാൻ ഉള്ള സത്യം കോടതിയിൽ പറഞ്ഞോളാം, ശരി സാറേ എന്ന് പറഞ്ഞ് ശില്പ അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ വിജയ് ശങ്കർ ശില്പയോട് പറയുന്നുണ്ട്, ശില്പ നിൽക്ക്, സമ്മതിച്ചു, നീ പറഞ്ഞ ക്യാഷ് തന്നെ തരാം അപ്പൊ എന്നങ്ങനെ പറയുമ്പോൾ ശില്പ പറയുന്നുണ്ട്, ശരി സമ്മതിച്ചു, പക്ഷേ സാറിന്റെ ഭാര്യയുടെ കയ്യിൽ ക്യാഷ് ഏൽപ്പിക്കണ്ട, എനിക്ക് നേരിട്ട് തന്നാ മതി, അങ്ങനെ സാറിന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഇതിൽ നിന്നും ആ സ്ത്രീ കമ്മീഷൻ തട്ടിയെടുക്കുമെന്ന് അങ്ങനെ പറയാണ്. കോടതിയിൽ എന്താണ് മൊഴി കൊടുക്കേണ്ടതെന്ന് വിജയ് ശങ്കർ അങ്ങനെ ദീപ്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ശരി, ഞാൻ ഈ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം,
പറഞ്ഞുറപ്പിച്ച ക്യാഷും തരണം, എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും വേണമെന്നങ്ങനെ പറയാണ്. അങ്ങനെ ശില്പയും വിജയ് ശങ്കറും തമ്മിലുള്ള വ്യവസ്ഥ പ്രകാരമാണ് ഇന്ന് കോടതിയിൽ ശില്പ അങ്ങനെ മൊഴി കൊടുക്കുന്നത്. അങ്ങനെ ശില്പയുടെ മൊഴിയെടുത്തതിന് ശേഷം ജഡ്ജി അങ്ങനെ വിധി വായിക്കുകയാണ്. അങ്ങനെ പരാതിക്കാരിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കി SI അച്ചുകൃഷ്ണൻ നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതിനാൽ കേസിൽ നിന്ന് നിരുപാധികം ഒഴിവാക്കുന്നുവെന്ന് ജഡ്ജി അങ്ങനെ പറയുന്ന സമയത്ത് അർച്ചനയ്ക്കും അച്ചുവിനും ഒരുപാട് സന്തോഷാവുകയാണ്. അജ പരാതി നൽകിയ കേസിന് ശില്പയ്ക്കെതിരെ വഞ്ചനാകുറ്റത്തിന് കേസ് എടുക്കുകയാണ് ജഡ്ജി. അങ്ങനെ പോലീസുകാർ വഞ്ചനാകുറ്റത്തിന് ശില്പയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ വിജയ് ശങ്കറും വരുന്നുണ്ട്. പോലീസ് ജീപ്പിലേക്ക് കയറാൻ നേരം തന്നെ രക്ഷിക്കണമെന്ന് ആംഗ്യം കാണിക്കുകയാണ് ശില്പ. വിജയ് ശങ്കർ അപ്പോ ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ശില്പയെ പോലീസുകാർ കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് വിജയ് ശങ്കറിനോട് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഹലോ, തന്ത്രപൂർവ്വം നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ശില്പയെ ശരിക്കൊന്ന് കൊടഞ്ഞിരുന്നുവെങ്കിൽ ശില്പ കോടതിയിൽ സത്യം പറയുമായിരുന്നു. ശില്പ പോയതുപോലെ നിങ്ങളെയും പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു ഔദാര്യമാണ് അതെന്ന് നിങ്ങൾ കൂട്ടിക്കോ എന്ന് അർച്ചന അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അച്ചു ഓടി വരികയാണ്. അത് കാണുന്ന വിജയ് ശങ്കർ അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നതും അച്ചു വിജയ് ശങ്കറിനെ അവിടെ നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതിൽ വെച്ച് എന്നെ തല്ലാൻ ഗുണ്ടയെ ഏർപ്പാടാക്കിയതിനും എന്നെ ശില്പയെ ഒതുക്കാനും ക്യാഷ് നല്ലോണം ചെലവായിട്ടുണ്ടാവുമെന്നറിയാം. ഗുണ്ടയ്ക്ക് ആശുപത്രിയിൽ പോവാൻ ക്യാഷ് കൊടുത്തേക്കണേ, എന്റെ മൂക്കിന് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ട വരും എന്നങ്ങനെ വിജയ് ശങ്കറിനോട് അച്ചു പറയുകയാണ്. അതിനുശേഷം അച്ചുവും അർച്ചനയും അവിടെ നിന്നും പോകുന്നുണ്ട്. രുക്കുവാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ആകെ ടെൻഷനാണ്. അച്ചുവിനെന്ന് ജാമ്യം കിട്ടുമോ, അച്ചുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കുമോ എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുകയാണ് രുക്കു. കോടതിയിൽ എന്തായി എന്നറിയാൻ ആരെയാണ് ഇപ്പൊ ഒന്ന് വിളിക്കുക, ആരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ലല്ലോ. ശരിക്കും ഞാൻ കൂടി കോടതിയിലേക്ക് പോവേണ്ടതായിരുന്നുവെന്ന് രുക്കു അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അച്ചുവിന് വേണ്ടി. അപ്പോഴേക്കും അച്ചു അമ്പാട്ടിലേക്ക് എത്തുകയാണ്. രുക്കു അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നതിന്റെ ബാക്കിലൂടെ വന്ന് അച്ചു അങ്ങനെ രുക്കുവിന്റെ കണ്ണുകൾ അടച്ചു പിടിക്കുകയാണ്. അച്ചുവിന്റെ കൈകളാണെന്ന് രുക്കുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. അച്ചു ആണെന്ന് അറിഞ്ഞതും രുക്കുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അച്ചു കൈയെടുക്കടാ എന്നങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട് അച്ചു കൃഷ്ണൻ എന്ന് വിളിക്കുക എന്ന്. രുക്കു അങ്ങനെ അമ്പാട്ടിലെ അച്ചു കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് അച്ചുവിന്റെ കൈകൾ എടുത്ത് അച്ചുവിനെ നോക്കുകയാണ്. പിന്നീട് രുക്കു അങ്ങനെ അച്ചുവിന്റെ തോളത്ത് ചാരി കിടക്കുന്നുണ്ട്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ ഈ സാമ്രാജ്യത്തിൽ നമ്മൾ മാത്രമേ ഉള്ളോ, ഏട്ടത്തിമാരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, രമ്യേട്ടത്തി അഞ്ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ചേച്ചിക്ക് എന്തോ അലർജി ആയിട്ട് ദേഹം മൊത്തം ചൊറിഞ്ഞു തടിച്ചു. ഒക്കെ പോട്ടെ, കോടതിയിലെ കാര്യങ്ങൾ എന്താണെന്ന് രുക്കു അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു കോടതിയിലുണ്ടായ എല്ലാ കാര്യങ്ങളും രുക്കുവിനോട് അങ്ങനെ തുറന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രുക്കു പറയുന്നുണ്ട്, ചുരുക്കത്തിൽ അർച്ചനേച്ചിയുടെ മിടുക്കല്ല, ആ ശില്പിയുടെ മൊഴിയാണല്ലേ നിന്നെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചതെന്ന് രുക്കു അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, നിനക്ക് ശില്പയെ അറിയോ? എന്റെ വലിയേട്ടന്റെ ക്ലയന്റും അവളുടെ ഭാര്യയുടെ ഫ്രണ്ടുമാണല്ലോ ശില്പ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിന്റെ നോട്ടത്തിൽ എന്തോ ഒരു സംശയമുണ്ടല്ലോ, എന്താ അതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഒന്നുമില്ല എന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ശരി, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു തരാം ആയോ എന്ന് പറഞ്ഞ് അച്ചുവിനെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും രമ്യയും മഞ്ജുവും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട്. അച്ചുവിനെ കാണുന്നതും രമ്യയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അച്ചുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പം മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മഞ്ജു ഏട്ടത്തിക്ക് എന്തു പറ്റി എന്നങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചൊറിഞ്ഞെന്റെ ഊപ്പാട് ഇളകി അച്ചു എന്നങ്ങനെ പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, 2 സിസ്റ്റേഴ്സ് ആയിരുന്നു മാറി മാറി മഞ്ജു ഏട്ടത്തിയെ ചൊറിഞ്ഞിരുന്നത്, പിന്നീട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴാണ് അത് കുറഞ്ഞത്. അലർജിയുടെ കാരണം എന്താണെന്ന് അറിയില്ല, കുറെ ടെസ്റ്റുകളുണ്ട്, അതിന്റെ റിസൾട്ട് വന്നാലേ പറയാൻ പറ്റൂ, എന്തോ കഴിച്ചതിന്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് രമ്യ അങ്ങനെ അച്ചുവിനോടും രുക്കുവിനോടും പറയാണ്. അഞ്ജു അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും അച്ചുവിനെ വെറുതെ വിടണേ എന്ന് പ്രാർത്ഥിച്ച എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ, എന്നാ ഞാൻ പോയി കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ രമ്യയും പോകുന്നുണ്ട്. വീണ്ടും അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അർച്ചനേച്ചിയുടെ കാര്യമാണ്, ബാക്കി കൂടി പറ എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എന്നെ കേസിൽ നിന്ന് രക്ഷിച്ചതും ഇതിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ ഒന്നും ക്രെഡിറ്റ് നീ എന്റെ ചേച്ചിക്ക് കൊടുക്കണ്ട, പ്രശ്നം തീർന്നല്ലോ, ഇങ്ങോട്ടേക്ക് വന്നു കയറിയിട്ട് അരമണിക്കൂറായിട്ടില്ല അപ്പോഴേക്കും തുടങ്ങിയല്ലോ എന്ന് അച്ചു അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ശരി, ഞാനിഞ്ഞൊന്നും പറയുന്നില്ല, സ്തുല്ല് നീ ഇനി ആ മസിലൊന്ന് അഴിച്ചുവിട് എന്നങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു രുക്കുവിനെ ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്.
അച്ചുവിനെ കേസിൽ നിന്ന് വെറുതെ വിട്ടതിന്റെ ദേഷ്യത്തിൽ ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് എനിക്കിതൊന്നും സഹിക്കുന്നില്ല, നിങ്ങളിത് എന്ത് വക്കീലാണ് വിജയേട്ട? മാസം നിങ്ങളെ വിചാരിച്ചാൽ ആ അച്ചുവിനെ പിടിച്ച് ജയിലിടാൻ കഴിയുമായിരുന്നില്ലേ എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അതിന് ജഡ്ജി എന്റെ തറവാട്ട് സ്വത്തല്ല, എന്റെ അമ്മായി അച്ഛനുമല്ല, എന്നേക്കാൾ പുകഞ്ഞാണ് ഞാനിവിടെ നിൽക്കുന്നത്. നടപടിക്രമങ്ങളെല്ലാം ഇങ്ങനെയാണ്, നമുക്കിനി അതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ചുവിനോടുള്ള കലി തീരുന്നില്ല. സിഐയെ കാണുമ്പോൾ രണ്ട് വർത്തമാനം പറയണം. ചുവിനെ ജയിലിൽ വെച്ച് അങ്ങ് ഒലത്തുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ായി ഏൽപ്പിച്ച ഗുണ്ട അച്ചുവിൽ നിന്ന് തല്ലും വാങ്ങിച്ചു. അർച്ചന കോടതിയിലേക്ക് വരാതിരിക്കാൻ നോക്കിയിട്ട് മഞ്ജുവിനും ലാസ്റ്റ് പണി കിട്ടി. ദൈവങ്ങളൊന്നും ശരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ അർച്ചന ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നത് കൊണ്ടായിരിക്കുമോ? ജേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ, നിങ്ങൾ എന്താണോ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നതെന്ന് ചന്ദ്രകനെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നീയൊന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് മിണ്ടാൻ? അച്ചുവിന്റെ കേസ് കോടതി പരിഗണിക്കുന്നതിനിടയിൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്കറിയില്ലല്ലോ. കേസിൽ നമുക്ക് പങ്കുണ്ടെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. പഴയ വിഷയം വീണ്ടും കോടതിയിലെടുത്തിട്ടോ ഞാൻ അത് വിഷയമാവുമെന്ന് കരുതി. ശില്പയെ അറിയില്ലെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിനുള്ള തെളിവുകൾ അർച്ചന ഹാജരാക്കിയാലോ. ഭാഗ്യത്തിന് ആ റൂട്ടിലേക്കൊന്നും കേസ് പോയില്ല. അവള് കൊടുത്തതിനേക്കാൾ നല്ലൊരു ഓഫർ അർച്ചന കൊടുത്തിരുന്നെങ്കിൽ ശില്പ ശരിക്കും കാലുമാറിയേനെ. എന്തായാലും നമ്മളിപ്പോൾ രക്ഷപ്പെട്ടതാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും അച്ചു രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഇത്തവണ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത്തിരുന്ന് തന്നെ ഞാൻ അവന് പണി കൊടുക്കുമെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് 2 ഗ്ലാസ്സിൽ പായസവുമായി അരി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് വിജയ് ശങ്കറിനും ചന്ദ്രയ്ക്കും കൊടുക്കുന്നുണ്ട്. അവരത് അങ്ങനെ കഴിച്ചുകൊണ്ട് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയാണ്. ചന്ദ്ര പാരിയോട് ചോദിക്കുന്നുണ്ട്, നീ പായസമൊക്കെ വെക്കാൻ പഠിച്ചുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അരി പറയുന്നുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ചിന്ന ചേച്ചി ഉണ്ടാക്കിയതാണെന്ന് പറയാണ്. വിജയ് ശങ്കർ ആ പായസം ആസ്വദിച്ചു കുടിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ചിന്നി ആ പായസം ഉണ്ടാക്കിയത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.